എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അവിടെ നമ്മൾ ഒരു ദിവസത്തെ റിസോർട്ട് സ്റ്റേ, പിന്നെ അതുകൂടാതെ ബോട്ടിംഗ് എല്ലാം. വഴി ലഞ്ചിന് കയറിയതാ. ഇത് മീൻ തല, അടിപൊളി ബിരിയാണി, ഒരു മീൽസ്. അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു ഹോട്ടലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള മീൻ നമ്മൾ പറയുന്ന തരത്തിൽ അവർ ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ തവ ഫ്രൈ ചെയ്തോ നമുക്ക് തരും കേട്ടോ. ലൈവ് ഫിഷ് ഫ്രൈ, എവറിത്തിങ്. നല്ലൊരു രസമായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് ആലപ്പിയിലോട്ട് പോണ വഴിയിൽ ഫോറം വാലി മാളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എംബർ പ്ലാസ റെസ്റ്റോറൻറ്റ്, എല്ലാവരും പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസ്റ്റോറൻറ്റാണ്. റേറ്റും വളരെ കമ്മിയാണ്. നല്ല ഫുഡും ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എലിവേറ്റഡ് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. അത് കാരണം ഒരു സൈഡിൽ കൂടെ ട്രാഫിക് സ്ലോ മൂവിങ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അതല്ലേ ഇവിടെയാണ് ഇനി ഞങ്ങൾ ഒരു 1.5 ദിവസം താമസിക്കാൻ പോകുന്നത്. ഹോട്ടൽ റൂം ടൂറാണ്. ഇത് ഒരു ബെഡ്റൂം, 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റൂം, ഇത് ബാത്റൂം. ഇവിടെ ഇൻ്റർകോം, സോപ്പ്, ഷാമ്പു, ടവൽസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പോവാൻ നമുക്ക് ഇത് കഴിക്കാം. ഇവിടെ ഒരു കബോർഡ് പോലെ എന്തോ സ്റ്റോർ റൂമിൽ വിത്ത് അയൺ ബോക്സ്, അയൺ ടേബിൾ ഒക്കെ ഉണ്ട്. ഇവിടെ ഇത് പോവാ. ഞങ്ങൾക്കിനി ഹൗസ് ബോട്ട് ടൂർ ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. ഇത് ആലപ്പയിൽ സ്റ്റെർലിംഗ് റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ 2 റൂം, 4 പേർക്കായിട്ട് റൂം ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ 2 റൂമായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. തന്നെ സെക്കൻഡ് റൂം
സെയിം ബാത്റൂം എവറിത്തിങ്. പിന്നെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഫുള്ള് ഹൗസ് ബോട്ടുകൾ, അതുകൂടാതെ കുറേ ചെറിയ വള്ളങ്ങളും ഒക്കെ പോകുന്ന കാണാനായിട്ടാണ്. ഏകദേശം 4 മണിയായി കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ടും ക്യാൻറ്റീനിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ടൂറുണ്ട്. കോംപ്ലിമെൻ്ററി പാക്കേജാണ്. നമ്മുടെ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്ററി ഓഫേഴ്സാണത്. ഈ ഒരു തടാകം പോലൊരു ഇത് കണ്ടില്ലേ, അതിന് നടുക്കാണ് സ്വിമ്മിംഗ് പൂള്. This way. Come. I wanna wake up with you in the morning. Something happened fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Something happened fake to me now. I wanna wake up with you in the morning. We can do nothing. ഇവിടെയല്ലേ? ആ വരുന്നതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട്. അപ്പോൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരുമിച്ചാണ് യാത്ര. മുകളിൽ പോകാൻ പറ്റില്ല. ഇതാണ് ക്യാപ്റ്റൻ്റെ റൂം, അല്ലെങ്കിൽ സ്രാങ്ക് അറ്റത്ത് പോകാൻ പറ്റുമല്ലോ. അവിടെ കയറി ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരു സാഹചര്യം കിട്ടി. അതിന് നന്ദി പറയുന്നു. ഇല്ല ഒക്കെ കഴിഞ്ഞു. അവിടെ ഇരിക്കാം. ഇതായിട്ട് സർ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റില്ല.
പേര് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ ബോട്ടുകളിൽ നൈറ്റ് സ്റ്റേ കണ്ടോ, ഇവിടെ കുറേ പേര് നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ചെറിയ ബോട്ടുകളുമുണ്ട്. നമ്മൾ ഈ ബോട്ടുകൾ കൂട്ടി അടുപ്പിച്ചിട്ടത് കാരണം അവർക്ക് അടുത്ത ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കാൻ എളുപ്പമാണ് ഈ ബോട്ടുകൾക്ക്. ഷിക്കാരാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്കൊക്കെ ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റും. ഒരു ബോട്ട് അവിടെ നശിച്ചതായിട്ട് കിടക്കുന്നുണ്ട്. ലേക്ക് വ്യൂ റിസോർട്ട്, ഇതൊരു റിസോർട്ടാണ്. ലേക്ക് വ്യൂ റിസോർട്ട് കുറേ ഹോം സ്റ്റേകളും ലേക്ക് റിസോർട്ടുകളാണ് തൊട്ടടുത്തായിട്ട്. നല്ല റേറ്റാണ്, പലതരം റേറ്റിനുണ്ട്. നമുക്ക് മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്യാം ഹോട്ടൽ. കുറേ ഹോം സ്റ്റേകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ട്രിപ്പ് അഡ്വൈസറിലുണ്ട് കുറേ booking.com ഉണ്ട്. അതേമാതിരി ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് അത് ഈ റിസോർട്ട് ബുക്ക് ചെയ്തത്. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു ബോട്ട് സ്റ്റോപ്പ് ഉണ്ട് അവിടെ അടുത്തടുത്ത്. ഒരു വലിയൊരു ബോട്ട് കണ്ടാണ്. മനോഹരമായ കാഴ്ചയാണ്. ഇതിലും മനോഹരമായ കാഴ്ച വേറെ എവിടെയും കിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു റൈഡാണത്. വൺസിന് വയൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. 2000 രൂപ ബോട്ട് ഉണ്ട്. 2000 രൂപ ബോട്ട് ഷിക്കാര ബോട്ടുണ്ട്. നമുക്ക് 4-5 പേർക്ക് പോകാവുന്ന ഷിക്കാര ബോട്ടുണ്ട്. അതല്ലെങ്കിൽ KSRTCയുടെ ജലറാണി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. പിന്നെ അതേമാതിരി 10,000-15,000 രൂപയാണ്. 12,000 13,000 രൂപ തൊട്ട് 20,000 രൂപ വരെയാണ് ലക്ഷറി ഹൗസ് ബോട്ടുകൾക്ക് വരുന്ന റെൻറ്റ്. ഇതൊരു പ്രീമിയം ലക്ഷറി ബോട്ടാണ്. 1, 2, 3, 4, 5 റൂമുകൾ കാണുന്നുണ്ട്. 5 റൂമുകൾ മുകളിൽ കണ്ടോ. മുകളിൽ കണ്ടിട്ട് ഗോൾഡൻ റിവർ ബിഗ് ഷെഫ് ഗോൾഡൻ റിവർ വലിയൊരു ബോട്ട്. ഇത്തരത്തിലുള്ള വലിയ ഗ്രൂപ്പായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളും പിന്നെ സമയങ്ങളുമാണ്. ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അതൊരു ബോട്ട് വേറെ ഗോൾഡൻ റിവർ. ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ബോട്ട് റൈഡ് എടുക്കുകയാണ് കേട്ടോ. കോംപ്ലിമെൻ്ററി ആയിട്ട് കുറേ വാട്ടർ റൈഡ്സ് ഉണ്ട്. അവരുടെ റിസോർട്ടുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നല്ലത്. ഇതാണ് സായി സ്പോർട്സ് സെൻറ്റർ. അതാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നീന്തൽ പഠിപ്പിക്കൽ, തുഴയിൽ
തിരുവനന്തപുരത്തിൻ്റെ സായി സെൻറ്റർ. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to ആ പാർക്കിംഗ് ആണല്ലേ. some days I feel idiotic, just a product of a system where you're lucky just to make a dollar. ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ, മറ്റേ ബ്രേക്ക്. This is National Center of Excellence. മറ്റേ ബോട്ട് ഇതൊക്കെ എവിടെ നടക്കാം വള്ളംകളി അതാണ് അച്ഛൻ പറഞ്ഞത്. Say hi. Say what you wanna say to me now. I wanna wake up with you in the morning. Show me that you're fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. അങ്ങോട്ട് സൈഡിലോ നമുക്കറിയുന്നോ സ്ട്രേറ്റ് ഓടിച്ചോട്ടാ. അച്ചൂടെ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഓടിക്കാം ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും സ്ട്രേറ്റ്. നമ്മുടെ സ്റ്റെപ്പുണ്ടാ ആ ഫ്രണ്ടിലാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. അതാണ് റിസോർട്ട് കേട്ടോ. നമ്മുടെ സായി അച്ചു ഡ്രൈവ് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ഓടിക്കും റൈറ്റിലേക്ക് ഓടിക്കും റൈറ്റിലേക്ക് ഓടിക്കും റൈറ്റിലേക്ക്. ആ ഹായ് ഹലോ. ഇത് അച്ഛൻ കുഞ്ഞ് ചേട്ടൻ, അത് സാബു ചേട്ടൻ അല്ലേ? ആ ഗ്രേറ്റ്